രണ്ടും ഒരേ നിലയിൽ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയാകില്ലല്ലോ. എങ്കിൽ പിന്നെ എന്തിനാണ് രണ്ട് വിഭാഗമായത്? തെറ്റ് തെറ്റാണ് എന്ന് പറയേണ്ട ആർജവം കാണിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഏതാണ് ശരിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ആഖിറുസ്സമാൻ, ഫിത്നയുടെ കാലഘട്ടം, സത്യം ഏതാണ് ശരി ഏതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടം, എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സത്യത്തെ തകർക്കുവാനും അസത്യത്തെ വിജയിപ്പിക്കുവാനും താൽക്കാലികമായ ശ്രമങ്ങൾ നടത്തി നോക്കുന്ന കാലഘട്ടം. അതിനവർക്ക് യാതൊരുവിധ ആദർശവുമില്ല. ഏത് വഴിയും സ്വീകരിക്കാം. കമ്മ്യൂണിസം പറയുന്നത് പോലെ സത്യം മാർഗത്തെ ന്യായീകരിക്കുന്നു, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നവർ പറയാറില്ലേ? ലക്ഷ്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കാം. ഇതുപോലെ സമസ്തയുടെ ആദർശ വിരോധികൾ ചെയ്യുന്നത് അവരുടെ താൽക്കാലികമായ ലക്ഷ്യമെന്നതിനെ കുറിച്ച് പറഞ്ഞുകൂടാ. അവരുടെ താൽക്കാലികമായ ചില അജണ്ടകൾ നേടിയെടുക്കാൻ ഏത് മാർഗവും ഏത് കുൽസിതമായ ശൈലിയും അവർ സ്വീകരിക്കുന്നു. അങ്ങനെ ജനങ്ങളെ പിഴപ്പിക്കുന്നു, അവരെ ശങ്കയിലും സംശയത്തിലുമാക്കുന്നു. ഒടുവിൽ അവർക്ക് അവരെക്കുറിച്ച് പോലും ഇപ്പോൾ മനസ്സിലാകുന്നില്ല ഞങ്ങൾ ആരാണ് എന്നവർക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. പറഞ്ഞ് ഇപ്പോൾ അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണ്, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാണ്. നീണ്ട 25 വർഷം അവർ നടത്തിയ പോരാട്ടം ആർക്കെതിരെ? മഹാനായ മർഹൂം ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെതിരെ 25 വർഷം പോരാട്ടം നടത്തിയ, യുദ്ധം ചെയ്ത വിഭാഗം. നീണ്ട 2.5 പതിറ്റാണ്ട് കാലം മഹാനായ മർഹൂം ശംസുൽ ഉലമക്കെതിരെ യുദ്ധം നടത്തിയ വിഭാഗം. നിങ്ങൾക്കറിയാമല്ലോ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടുമുമ്പുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു പറയുന്നു, ആയിഷ, ഖൈബറിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് ആ ജൂതയായ സ്ത്രീ എനിക്ക് നൽകിയ വിഷമില്ലേ, ആ വിഷത്തിന്റെ അംശം എന്റെ ശരീരത്തിലൂടെ പടർന്നു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആയിഷ. ആ വിഷം എന്റെ ശരീരത്തിൽ വന്ന് തറച്ചതിന്റെ പേരിൽ ഞാനിതാ ഈ ലോകത്തോട് ഷഹീദായി മരണപ്പെടാൻ പോകുകയാണ് ആയിഷ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളെ ഖൈബറിലെ വിഷം, ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂത സ്ത്രീ നൽകിയ വിഷം, ആ വിഷത്തിന്റെ അനുരണനങ്ങൾ, ആ വിഷത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ഒരു മാറിയെന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അന്ത്യനാളുകളിൽ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മഹാനായ മർഹൂം ശംസുൽ ഉലമയുടെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന വേദന, എന്തായിരുന്നു അവർക്കുണ്ടായിരുന്ന ദുഃഖം, എന്തായിരുന്നു അവരെ അങ്ങേയറ്റം വിഷമിപ്പിച്ചിരുന്ന അവസ്ഥ? എന്തിന്റെ പേരിലായിരുന്നു? മഹത്തായ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ എല്ലാവിധ ദീനീ വിരോധികളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോടതികളിൽ കയറിയിറങ്ങി മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരെ മാനസികമായി വിഷമിപ്പിച്ച, അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ ദാരുണമായ അവസ്ഥ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ച വിഭാഗം. കണ്ണിയത്ത് ഉസ്താദിന് സുന്നി കുറവാണ്, മഹാനായ ശംസുൽ ഉലമക്ക് സുന്നി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മദ്രസകൾ ഉണ്ടാക്കിയവർ, പള്ളികൾ ഉണ്ടാക്കിയവർ, വീടുകൾ ഭിന്നിപ്പിച്ചവർ, കുടുംബങ്ങൾ ഭിന്നിപ്പിച്ചവർ, നാടുകളിൽ ചിത്രങ്ങൾ ഉണ്ടാക്കിയവർ, അങ്ങനെ എന്തെല്ലാം ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ കഴിയുമോ അത് മുഴുവനും കാഴ്ചവെച്ച വിഭാഗം. 25 കൊല്ലം കൊണ്ട് അവർ കേരളത്തിൽ നൽകിയ സംഭാവനകൾ എന്താണ്? ഇതല്ലേ നൽകിയ സംഭാവനകൾ? നാടായ നാടുകൾ ഭിന്നിപ്പിച്ചു, ഹൃദയങ്ങളായ മുസ്ലിം ഹൃദയങ്ങൾ ധ്രുവീകരിപ്പിച്ചു, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതയിലാക്കി, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഛിദ്രതയിലാക്കി, മഹല്ലുകൾ ശിഥിലമാക്കി, നാടുകൾ ഛിന്ന ഭിന്നമായി, ഉലമായിന് നേരെ, പണ്ഡിതന്മാർക്കെതിരെ, സാത്വികന്മാർക്ക് നേരെ ഉറഞ്ഞു തുള്ളി. അല്ലേ? ഈ വിഭാഗത്തിന്റെ നേരിട്ടോ അല്ലാതെയോ
ഉള്ള വഞ്ചനയിൽ പെടാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം കേരളത്തിലുണ്ടാകുമോ? അല്ലെങ്കിൽ ഞാൻ അത്രയൊന്നും ചുരുക്കുന്നില്ല, ഒന്നുകൂടി വിശാലമായി പറയാം, ഈ വിഭാഗത്തിന്റെ വഞ്ചനയിൽ പെടാത്ത ഏതെങ്കിലും ഒരു മലയാളി പൗരനുണ്ടാകുമോ? ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്, ഒന്നുകിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. ഏതെങ്കിലും ഒരു തരത്തിൽ ഈ വിഭാഗത്തിന്റെ ചതിയിൽപ്പെടാത്ത ഒരു മലയാളി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലപ്പുറം കടന്ന് അറബ് ലോകത്തേക്ക് ചെന്നാൽ ഈ വിഭാഗത്തിന്റെ വലയിൽ വീഴാത്ത അല്ലെങ്കിൽ ചതികളിൽ വീഴാത്ത അറബികളും കുറവായിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം കേരളീയ സമൂഹത്തിൽ ഭിന്നതകളുണ്ടാക്കിയ, ഫിത്നകളുണ്ടാക്കിയ, നാശങ്ങളുണ്ടാക്കിയ, പറയാറുണ്ട് ഈ വിഭാഗം ഇവിടെ വന്നപ്പോൾ പള്ളികൾ കുറെ ഉണ്ടായി, അല്ലെ, മദ്രസകൾ വർദ്ധിച്ചു എന്ന് പറയാറുണ്ട്. വെറുതെ പള്ളികൾ വർദ്ധിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഉള്ള പള്ളി നാശത്തിന്റെ പള്ളിയാണെങ്കിൽ തകർക്കണമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? മദീനയിലെ മുസ്ലിമീങ്ങളുടെ പള്ളിക്ക് നേരെ ഒരു പുതിയ പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഇറാർ. മസ്ജിദുൽ ഇറാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ പള്ളി മദീനയിലെ മുനാഫിക്കുകൾ മദീനയിൽ സ്ഥാപിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ആ പള്ളി നിർമ്മിച്ച മുനാഫിക്കുകൾ പറയുകയാണ്, റസൂലേ, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സമ്മതം കൊടുത്തു, ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു തരാം. അങ്ങനെ ആ പള്ളിയുടെ ഉദ്ഘാടനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാൻ തീരുമാനിച്ചപ്പോൾ അതാ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, നബിയെ, പോകാൻ പാടില്ല, ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, അത് മുനാഫിക്കുകൾ നിർമ്മിച്ച പള്ളിയാണ്, അത് കപടവിശ്വാസികൾ നിർമ്മിച്ച പള്ളിയാണ്, അതിന്റെ ലക്ഷ്യം വേറെയാണ്, അത് മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കുന്ന പള്ളിയാണ്, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കുന്ന പള്ളി, നാട്ടിൽ ശിഥിലതയുണ്ടാക്കുന്ന പള്ളി, മഹല്ലുകളെ ഛിദ്രമാക്കുന്ന പള്ളി, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന പള്ളി. അല്ലേ, ഈ വിഭാഗം കേരളത്തിൽ കാഴ്ചവെച്ച പള്ളികൾ ഇതല്ലേ? നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന പള്ളിയിൽ ഭിന്നിപ്പുണ്ടാക്കി, മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കി, കുഴപ്പങ്ങളുണ്ടാക്കി. തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യുന്ന ആരെല്ലാമുണ്ടോ അവർക്ക് മുഴുവനും താവളമാണ് ഇവരുടെ കേന്ദ്രം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലേ, ഇവരുടെ താവളത്തിൽ ആരാണ്? ഇവരുടെ താവളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ, സാദാത്യങ്ങളുടെ എതിരാളികൾ, ഉലമാഇന്റെ എതിരാളികൾ, പണ്ഡിതന്മാരുടെ എതിരാളികൾ, ദുഷിച്ച പഴച്ച വിശ്വാസത്തിന്റെ ആളുകൾ, അവർക്ക് താവളമായി മാറുന്നില്ലേ ഇവരുടെ പള്ളികൾ, ഇവരുടെ കേന്ദ്രങ്ങൾ, ഇവരുടെ ഓഫീസുകൾ, ഇവരുടെ ആസ്ഥാനങ്ങൾ. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, നബിയെ, പോകാൻ പാടില്ല, പള്ളിയാണെന്നവർ പറയും, പക്ഷേ പള്ളി നിർമ്മിച്ചതുകൊണ്ട് കാര്യമില്ല, മദ്രസ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, നോളേജ് സിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, ലക്ഷ്യം വേറെയാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്, ഭൗതികമാണ് ലക്ഷ്യം, സ്വാർത്ഥതയാണ് ലക്ഷ്യം. ആത്മാർത്ഥതയിൽ പടുത്തുയർത്തപ്പെടാത്തതാണെങ്കിൽ ആ പള്ളിക്ക് വിലയില്ല എന്ന് അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. എന്നിട്ട് നബി എന്ത് ചെയ്തു എന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ പള്ളി പൊളിച്ചു കളയണം. എത്ര സൗഹാർദ്ദം പറയുന്ന മതമാണ് ഇസ്ലാം. അന്യമതസ്ഥരുടെ ആരാധന മൂർത്തികളെ നിങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. അന്യമതസ്ഥരോട് സൗഹാർദ്ദത്തിൽ പെരുമാറണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ മദീനയിൽ വന്നപ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിസ്കാരത്തിന് നിബന്ധങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും മനുഷ്യ സാഹോദര്യത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം തന്നെയാ പറയുന്നത്, മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളി തകർത്ത് കളയണം. ഇവരുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ, സുന്നികൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന വിഭാഗത്തിന്റെ ആസ്ഥാനങ്ങളുടെയും മന്ദിരങ്ങളുടെയും ഓഫീസുകളുടെയും സെന്ററുകളുടെയും തുടക്കത്തിന്റെ പേരാണ് മസ്ജിദുൽ ഇറാർ. കേട്ടോ, മനസ്സിലാക്കണം. എല്ലാം പള്ളിയല്ലേ, നമുക്ക് അവിടെ പോയിക്കൂടെ? അതും പള്ളിയല്ലേ, അതും സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ?
എന്ന് വിചാരിച്ചുകൊണ്ട് അതിനോട് നിങ്ങൾക്ക് മമത ഉണ്ടാകണമെന്ന് പറയുന്നില്ല. ഇതിന്റെ വേരുകൾ ചെല്ലുന്നത് മസ്ജിദു തഖ്വയിലേക്കല്ല, മസ്ജിദുൻ നബവിയിലേക്കല്ല, മസ്ജിദുൽ ഖിറാറിലേക്കാണ്. ഇതിന്റെ ആസ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊളിച്ചു കളഞ്ഞത്. നബി പൊളിക്കാൻ പറഞ്ഞു സഹാബത്തിനോട്. ഉണ്ടോ ഇപ്പോൾ അതിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ കാണാനുണ്ടോ? വല്ല അവശിഷ്ടങ്ങളും നിലനിൽക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ഇപ്പോൾ വാദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണ്, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാണ്. 25 വർഷം അവർ യുദ്ധം ചെയ്തതാരോട്? മഹാനായ മർഹൂം റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദിനോട്. അതുപോലെ തന്നെ മഹാനായ ശംസുൽ ഉലമ 10-40 വർഷം 5 പതിറ്റാണ്ടോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ധീരമായി നയിച്ച ഈ പ്രസ്ഥാനത്തിന്റെ സൂര്യ തേജസ്സായിരുന്ന മഹാനായ മർഹൂം ശംസുൽ ഉലമക്കെതിരെ ആ ശംസുൽ ഉലമയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഞാൻ ജനറൽ സെക്രട്ടറിയായി. കണ്ണിയത്ത് ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്തു. മറ്റേയാൾ പ്രസിഡന്റായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുകയും മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് സുന്നി കുറഞ്ഞു, ആദർശം കുറഞ്ഞു, ശംസുൽ ഉലമക്ക് സുന്നി കുറഞ്ഞു, ഈമാന് കുറഞ്ഞു എന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചവർ മനസ്സിലാക്കണം. എന്തിനായിരുന്നു ഇവർ യുദ്ധങ്ങളെല്ലാം നയിച്ചത്? കണ്ണിയത്ത് ഉസ്താദിന് ഈമാൻ കുറവാണ്, സുന്നി കുറവാണ്. ശംസുൽ ഉലമയ്ക്ക് ഈമാൻ കുറവാണ്, സുന്നി കുറവാണ്. ശംസുൽ ഉലമ സുന്നിയാണോ അല്ലേ? ശംസുൽ ഉലമ വറക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാതയിലാണോ അല്ലേ എന്ന് തെളിയിച്ചില്ലേ മഹാനായ ശംസുൽ ഉലമയുടെ ബർസഖിയായ ജീവിതം? നോക്കൂ, ഇവിടെയാണ് ശംസുൽ ഉലമായി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഈ സമുദായത്തിന് കാഴ്ചവെച്ച മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഈ ഉമ്മത്തിന്റെ രോമാഞ്ചമായിരുന്ന മർഹൂം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, മഹത്തായ ഈ പ്രസ്ഥാനത്തെ കേരളത്തിന് സമർപ്പിച്ച വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ശംസുൽ ഉലമ. അല്ലാഹു തെളിയിച്ചു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ ആരെ സ്നേഹിച്ചുവോ അവരുടെ കൂടെയായിരിക്കും അവൻ ദുനിയാവിലും പരലോകത്തിലും. കാണിച്ചില്ലേ ശംസുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പാതയിലാണെന്ന് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നില്ലേ? അങ്ങനെയുള്ള മഹാനായ മർഹൂം ശംസുൽ ഉലമ മഹാനവർക്ക് നേരെ യുദ്ധം നയിച്ചു, പടനയിച്ചു, കുതന്ത്രങ്ങൾ മനഞ്ഞു. അരവിന്ദാക്ഷ മേനോനെ കൊണ്ട് പുതിയ സമസ്ത എന്ന പേരിൽ ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി കേരളത്തിലെ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എത്രയോ പാവപ്പെട്ട ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിച്ചു, എത്രയോ മുതഅല്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, എത്രയോ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. സമസ്ത എന്ന പേരിൽ അവർ പ്രവർത്തിച്ചു. കടലാസ് മാത്രമായിരുന്നു അവർക്കതിനുള്ള പിൻബലം. അവർക്ക് ആദർശമുണ്ടായിരുന്നില്ല, പാരമ്പര്യമുണ്ടായിരുന്നില്ല, പൈതൃകമുണ്ടായിരുന്നില്ല. പേരിൽ അവർ ജനങ്ങളെ പിറപ്പിക്കുവാൻ, തെറ്റിദ്ധരിപ്പിക്കുവാൻ, അവരുടെ വലയിൽ വീഴ്ത്തുവാൻ ആ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് 25 കൊല്ലം കഴിഞ്ഞ ശേഷം അവർ പറയുന്നു, ഞങ്ങളും കണ്ണിയത്ത് ഉസ്താദിന്റെ വഴിയിലാണ്, ഞങ്ങളും ശംസുൽ ഉലമയുടെ വഴിയിലാണ്. എന്നാൽ കാത്തിരുന്നോളൂ ജനങ്ങളെ, എഴുതി വെച്ചോളൂ ജനങ്ങളെ. ഇതാ നിങ്ങൾ കാതോർത്ത് കാത്തിരിക്കുക. അടുത്ത ഒരു കാലം തന്നെ വരാൻ പോകുന്നു. അവർ പറയും, ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ വഴിയിലാണ്, ഞങ്ങൾ കോയക്കട്ട് ഉസ്താദിന്റെ വഴിയിലാണ്, ഞങ്ങൾ പാലക്കാട് തങ്ങന്മാരുടെ വഴിയിലാണ് എന്നവർ പറയാൻ പോകുന്ന കാലം അനധിവിദൂരമല്ല. അല്ലാഹു അവരെ കൊണ്ട് പറയിപ്പിക്കും. ആകെ ഛിന്ന ഭിന്നമായ ശിഥിലമായ പാറയിലെറിഞ്ഞ പളങ്ക് പോലെ കാണാനില്ലാത്ത ഒരു സാധനമായി കേരള ചരിത്രത്തിൽ അവരുടെ പ്രസ്ഥാനം മാറാൻ പോകുകയാണ്. സഹോദരന്മാരെ, അവർക്ക് പറയേണ്ടി വരും. എന്ത് പറയേണ്ടി വരും? ഞങ്ങൾ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുയായികളാണ്, ഞങ്ങൾ കോയക്കുട്ടി ഉസ്താദിന്റെ അനുയായികളാണ്, ഞങ്ങൾ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദറി ശിഹാബ് തങ്ങളുടെ അനുയായികളാണ് എന്നവർക്ക് പറയേണ്ടി വരും. പറഞ്ഞില്ല ഇപ്പോൾ ശംസുൽ ഉലമയുടെ വഴിയിലാണ് ഞങ്ങൾ, ശംസുൽ ഉലമയോടൊപ്പമാണ് ഞങ്ങൾ, കണ്ണിയത്ത് ഉസ്താദിനോടൊപ്പമാണ് ഞങ്ങളെന്ന് പറയുന്ന നിങ്ങളെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കും. ഉടനെ തന്നെ പറയിപ്പിക്കും. സമസ്തയുടെ കറാമത്ത് അല്ലാഹു നിങ്ങളുടെ നാവിലൂടെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും, പ്രത്യക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും.
പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടിയായിരുന്നു കേരള ജനതയെ ഇവർ ഭിന്നിപ്പിച്ചത്, ഇവർ പഴപ്പിച്ചത്. ഇവർക്കിപ്പോൾ സംശയം ഞങ്ങൾ ആരാണ് എന്നുള്ളതാണ് സംശയം. ഞങ്ങൾ സമസ്തയാണോ, ഞങ്ങൾ പുറത്താണോ, ഞങ്ങൾ ഉള്ളിലാണോ, ഞങ്ങൾ അകത്താണോ, ഞങ്ങൾ എന്ത് പേര് പറയണം, അതുപോലും 25 കൊല്ലം പ്രവർത്തിച്ചിട്ട് ഇവർക്ക് തിരിയുന്നില്ല. ഞങ്ങൾ എവിടെയാ ഉള്ളത്? ഞങ്ങളുടെ നേതാവ് കണ്ണിയത്ത് ഉസ്താദ് തന്നെയാണോ, ശംസുൽ ഉലമ തന്നെയാണോ, അതല്ല വേറെയാണോ ഞങ്ങളുടെ നേതാവ് എന്നവർക്ക് തിരിയാതെ തപ്പിത്തടയുന്ന അവസ്ഥയിലേക്ക് അവർ അതപ്പതിച്ചു പോയിട്ടുണ്ട്. അവരുടെ പ്രസ്ഥാനം സ്തംഭിച്ചു കഴിഞ്ഞു. മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ല. അറബി സാഹിത്യത്തിൽ കാണാം നിങ്ങൾക്ക്. ഒരു ഉദാഹരണം പറയാറുണ്ട്. സാധാരണ ഈ ഉസ്താദുമാർക്കറിയാം, പണ്ഡിതന്മാർക്കറിയാം. ഹബന്നക എന്ന് പറയുന്ന ഒരാൾ അറബി സാഹിത്യത്തിൽ അയാളെയാണ് വിഡ്ഢികൾക്ക് സാധാരണയായി എന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ചാൽ അയാൾക്ക് ഉപമയായി പറയാനുള്ളത് ഹബന്നക പോലെ എന്നാണ്. ഹബന്നക എന്ന് പറഞ്ഞാൽ അറബികൾ സാധാരണ വിഡ്ഢികൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്. കാരണം പണ്ടുകാലത്ത് ഒരാൾ ജീവിച്ചിരുന്നു, ഹബന്നക എന്ന പേരുള്ള ഒരാൾ. അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? അയാൾക്ക് സംശയമാണ് അയാളെ കുറിച്ചിട്ട്. ഞാൻ ആരാണ് എന്നുള്ള സംശയം. അങ്ങനെ അയാളാണ് ഞാനെന്ന് ഉറപ്പുവരുത്താൻ കഴുത്തിൽ ഒരു മാല കെട്ടിക്കൊണ്ടായിരുന്നു എപ്പോഴും നടക്കാറുള്ളത്. എപ്പോഴും കഴുത്തിൽ ഒരു മാല കെട്ടിയിട്ട് ആ മാല നോക്കിയിട്ട് അയാൾ പറയാം ഞാൻ തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം അയാൾ രാത്രി കടന്നിറങ്ങുമ്പോൾ അയാളുടെ കഴുത്തിൽ നിന്ന് ആ മാല എടുത്തിട്ട് മറ്റൊരാൾ അയാളുടെ കഴുത്തിലിട്ടു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ മാല കാണുന്നില്ല. അങ്ങനെ ഹബന്നക ചെന്ന് നോക്കുന്നു, എവിടെയാണ് എന്റെ മാല? നോക്കുമ്പോൾ ഒരാളുടെ കഴുത്തിൽ. അയാളോട് പറയുന്നു ആ മാല പിടിച്ചുകൊണ്ട്, ഞാനാണ് നീ എങ്കിൽ ഈ ഞാനാണ് നീ. നിന്റെ കഴുത്തിലാണ് എന്റെ അടയാളമുള്ളത്, എന്റെ സിംബിളുള്ളത്, എന്റെ മാലയുള്ളത്. ഈ മാല എവിടെയാണോ അവിടെയാണ് ഞാനുള്ളത് എങ്കിൽ ഈ ഞാനാരാണ്. ഇതുപോലെയാണ് ഈ വിഭാഗത്തിന്റെ നേതാക്കൾ ഇപ്പോഴായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഞാനാരാണ് എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ സംഘടന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, കുഴപ്പം വേറെയൊന്നുമല്ല. അവർക്ക് കിട്ടിയത് മഹാന്മാരുടെ ഗുരുത്വക്കേട്, മഹാന്മാരുടെ ശാപം വന്നപ്പോൾ അള്ളാഹു ഭൂമിയിൽ കാണിക്കുന്ന അടയാളം. കുഴപ്പം അതാണ്, വേറൊന്നുമല്ല. വളരെ ദീർഘമായി മുഹമ്മദ് രാമന്ത് അലി സാഹിബ് ഇവിടെ ക്ലിപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്ത് പറയുന്നില്ല. ഞാൻ ചെറിയ ചില ആമുഖ പ്രഭാഷണം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവർക്ക് പറ്റിയ കുഴപ്പം ഇവർ കളിച്ചതാരോടാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാത്വികരായിരുന്ന പണ്ഡിതന്മാരോട് കളിച്ചു. കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഈ പണ്ഡിത സംഘടന കേരളത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഈ പണ്ഡിതന്മാർ വിശ്വോത്തര പണ്ഡിതന്മാരാണ്, ലോക പണ്ഡിതന്മാരാണ് സമസ്തയുടെ പണ്ഡിതന്മാർ. നമ്മൾ വിചാരിക്കണ്ട കേരളത്തിന്റെ അതിർത്തിയിലും കേരളത്തിന്റെ പരിധിയിലും ഒതുങ്ങുന്ന പാണ്ഡിത്യമാണ് അവരുടെ പാണ്ഡിത്യമെന്ന് അല്ല. വിശ്വപണ്ഡിതന്മാർ, ലോക പണ്ഡിതന്മാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ്ട ഒരു വെറും പാണ്ഡിത്യമുള്ളവനാണ്, വിലായത്ത് അവർക്കില്ല, അവർ ഔലിയാക്കളല്ല, അല്ലെങ്കിൽ അവർ സൂഫിവര്യന്മാരല്ല, അവർ മഹാന്മാരല്ല എന്ന്. പണ്ഡിതന്മാരെക്കാൾ വലിയ ഔലിയാക്കന്മാരുണ്ടോ? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചില്ലേ, പണ്ഡിതൻ വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ? എന്നാൽ പണ്ഡിതന്മാരുടെ സൂര്യതേജസ്സായ മഹാനായ മർഹൂം ശംസുൽ ഉലമ വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ? ഉസ്താദുൽ അസാതീർ റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് ഉസ്താദ് വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് വലിയ? അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്ന പണ്ഡിതന്മാരോട് കളിച്ചു. അവർക്ക് ഈമാൻ കുറവാണെന്ന് പറഞ്ഞു. അവരെക്കുറിച്ച് സാധാരണക്കാർക്കിടയിൽ, കേരളീയ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ പരത്തി, കുപ്രചരണങ്ങൾ നടത്തി. സംഭവിച്ചത് എന്താണ് സഹോദരന്മാരെ? തിരിച്ചടിക്കുകയാണിപ്പോൾ. അള്ളാഹുവിന്റെ ശാപം വന്നിറങ്ങുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. ചിലരെങ്കിലും പറയുന്നത് എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? നല്ല വേഷമാണല്ലോ. വേഷം ഇപ്പുറത്ത് കുറവാണ്, വേഷം നല്ലത് അവിടെയാണ്, അല്ലേ? മൗലിദ് കഴിക്കുന്നതിൽ മുന്നിൽ അവരാണ്, ഇപ്പുറത്ത് കുറവാണല്ലോ. ആചാരങ്ങൾ കാണുമ്പോൾ അവരാണല്ലോ മുന്നിൽ, ബാഹ്യമായ പ്രകടനങ്ങൾ കാണുമ്പോൾ അവരാണല്ലോ മുന്നിൽ, ബാക്കിയെല്ലാ രൂപങ്ങളിലും ഭാവങ്ങളിലും അവരാണല്ലോ മുന്നിൽ. ഇപ്പുറത്ത് അതൊക്കെ കുറവല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അവരെ വിമർശിക്കുന്നത്? അവരും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളല്ലേ? പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, മുജാഹിദുകളെ വിമർശിക്കുന്നതിന് മുമ്പ്, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന് മുമ്പ്, ഖാദിയാനികളെ വിമർശിക്കുന്നതിന് മുമ്പ് ഈ സമൂഹത്തിനെ വിമർശിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട വിഭാഗമാണിവർ. കാരണം മുജാഹിദുകളെ കുറിച്ച് കേരളത്തിലെ സുന്നികൾക്കറിയാം, ഖാദിയാനികളെ കുറിച്ച് കേരളത്തിലെ സുന്നികൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കേരളത്തിലെ സുന്നികൾക്കറിയാം. പക്ഷേ ഇവർ സുന്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സുന്നികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട്, സുന്നികൾക്കിടയിൽ ജീവിച്ചുകൊണ്ട്, സുന്നികളുടെ എല്ലാ ആസ്ഥാനങ്ങളിലും നുഴഞ്ഞു കയറിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയും സുന്നി പണ്ഡിതന്മാരെ തേജോവധം ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമാണ്. ഈ തിരിച്ചറിവുണ്ടാകണം നമുക്ക്, ഈ തിരിച്ചറിവുണ്ടാകണം. ഇവർ ചെയ്യുന്നത് ഏറ്റവും വലിയ ഫിത്നയാണ്. സുന്നി പണ്ഡിതന്മാരെ സമൂഹത്തിനിടയിൽ അകറ്റി താഴ്ത്തുകയാണ്, ആദർശം ബലികഴിക്കുകയാണ്, ആദർശം തകർക്കുകയാണ്. പുണ്യനബി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ ഹബീബുനാ വ മൗലാനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. പറയിപ്പിച്ചില്ലേ? ഇസ്ലാമിന്റെ വിരോധികളെ കൊണ്ട് ഇവർ പറയിപ്പിച്ചില്ലേ? റസൂലുള്ളാഹിന്റെ മുടിയും കത്തുമെന്ന് പറയിപ്പിച്ചില്ലേ? ആരാണ് പറയിപ്പിച്ചത്? പറഞ്ഞവന്റെ കുഴപ്പമല്ല, പറയിപ്പിച്ചവന്റെ കുഴപ്പമാണ്. പറഞ്ഞവെന്നത് ശരീഅത്തിൽ, പറഞ്ഞവെന്നത് ദീൻ അല്ലേ? മുടി കത്തുമെന്ന് പറഞ്ഞത് ആരാണ്? ശരീഅത്ത് വിരോധിയാണ്, ദീനിന്റെ വിരോധിയാണ്, ഇസ്ലാമിന്റെ വിരോധിയാണ്, മതവിരോധിയാണ്, മതങ്ങളുടെ തന്നെ വിരോധിയാണ്. പറഞ്ഞത് അയാളാണ്. പക്ഷേ പറയിപ്പിച്ചവനല്ലേ കുഴപ്പം? പറഞ്ഞവനാണോ കുഴപ്പം? അവൻ പണ്ടേ റസൂലിൽ വിശ്വസിക്കുന്നില്ല, പറയിപ്പിച്ചു. ഏത് മുടിയും കത്തുമെന്ന്, ഏത് മുടിയും കത്തുമെന്ന് റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് പറയിപ്പിച്ചവന്റെ പാർട്ടിയുണ്ടല്ലോ കേരളത്തിൽ കത്തിച്ചാരമായി മാറാൻ പോവുകയാണ്. സഹോദരന്മാരെ, ചാരമായി മാറിയില്ലേ അവരുടെ പ്രസ്ഥാനം? ഉണ്ടോ ഇപ്പോൾ? അവരുടെ പ്രസ്ഥാനത്തിന്റെ വല്ല ശബ്ദവും കേൾക്കാനുണ്ടോ? വല്ല ശക്തിയും കാണാനുണ്ടോ? അല്ലെങ്കിൽ നാടായ നാടുകളിലെല്ലാം, റോഡായ റോഡുകളിലെല്ലാം, ചുമരായ ചുമരുകളിലെല്ലാം അവരുടെ സംഘടന ജീവിച്ചിരുന്നല്ലോ. ഇവിടെയായിരുന്നു ഇപ്പോൾ ചുമരിൽ പോലും ജീവിക്കാത്ത സംഘടന. ഈ സംഘടനയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരു മ്യൂസിയം അത്രേ. ആ മ്യൂസിയത്തിൽ കൊണ്ടുപോയി അവർ വെച്ചുകൊള്ളട്ടെ. കേരളത്തിൽ ജനിച്ച് 25 കൊല്ലം പ്രവർത്തിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായോട് കളിച്ചതിന് അല്ലാഹു കാലാകാലം വരെയുള്ള ജനതയ്ക്ക് പാഠമായിട്ട് നൽകിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ, ഈ വിഭാഗത്തെ അവർ നിർമ്മിക്കുന്ന മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ട് കാഴ്ചവെക്കട്ടെ, ജനങ്ങൾ കണ്ടുകൊള്ളട്ടെ, വരുന്ന വിഭാഗത്തിന് പാഠമായിക്കൊള്ളട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തെ തുറന്നു കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്തിനു വേണ്ടി? സത്യം മനസ്സിലാക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ജനങ്ങളെ പിഴപ്പിക്കാൻ അന്ത്യനാളിൽ വരും, കള്ളന്മാർ വരും. അവർ സത്യമിങ്ങനെ കളവായി അവതരിപ്പിക്കും, കളവിങ്ങനെ സത്യമായി അവതരിപ്പിക്കും. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പറയുന്നത് ശരിയാണ്. നിഷ്പക്ഷമതികൾ വിചാരിച്ചു പോകും, അവർ പറയുന്നതിൽ ന്യായമില്ലേ, കുഴപ്പമില്ലേ, നമുക്കൊന്നിച്ച് നീങ്ങിക്കൂടെ, സമവായമല്ലേ വേണ്ടത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറും പ്രവർത്തിക്കാൻ ശ്രമിക്കും. പള്ളികളിൽ, മദ്രസകളിൽ, മഹല്ലുകളിൽ കയറിക്കൂടിയിട്ട് അവിടെ എങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്നവർ ചിന്തിക്കും, അവർ ശ്രമിക്കും. ഇത് തന്നെയാണ് ചരിത്രപരമായി മുനാഫിക്കുകൾ നിർവഹിച്ച ധർമ്മം, ഖബറന്മാർ നിർവഹിച്ച ധർമ്മം. അവർ മുസ്ലിമീങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അവർ കാഫിറുകളുടെ അടുത്ത് പോയിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അവർ കുഴപ്പക്കാരാണെന്ന് അല്ലാഹു പറയുന്നു. ഞങ്ങൾ കുഴപ്പത്തിന്റെ ആളുകളല്ല, ഞങ്ങൾ സമവായത്തിന്റെ ആളുകളാണെന്ന് അവർ പറയും. അവരെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. പക്ഷേ അവരെ നിങ്ങൾ തിരിച്ചറിയണം, അവർ കുഴപ്പത്തിന്റെ ആളുകൾ തന്നെയാണ്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. പക്ഷേ അവർക്കറിയില്ല, അവർക്ക് സ്വയം തിരിച്ചറിവില്ല, അവർക്ക് ബോധമില്ല. അവർ നേതാവ് പറയുന്നതിനനുസരിച്ച് തോന്നുന്നവരാണ്, സ്വയം ചിന്തിക്കുന്നവരല്ല. നേതാവിന്റെ ലക്ഷ്യം സാമ്പത്തികതയാണ്, ഭൗതികതയാണ്, സ്വാർത്ഥതയാണ്, താല്പര്യമാണ്. വേറൊരു ലക്ഷ്യവുമില്ല. ഈമാന് ലക്ഷ്യമില്ല, തഖ്വ ലക്ഷ്യമില്ല, ആത്മാർത്ഥത ലക്ഷ്യമില്ല, പരലോകം ലക്ഷ്യമില്ല. ജനങ്ങളെ നയിക്കുന്നത് ഭൗതികതയിലേക്ക്, സ്വാർത്ഥതയിലേക്ക്. പക്ഷേ ഈ പാവങ്ങൾ കൊണ്ടോ അത് തിരിച്ചറിയാൻ കഴിയുന്നു. വലാകിൻ ലാ യശ്ഉറൂൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രൂപമല്ല പ്രശ്നം, ഭാവമല്ല പ്രശ്നം. ഇവിടെ വെച്ചത് ആദർശ സമ്മേളനമാണ് പ്രശ്നം, ആദർശമാണ്. ഉള്ളിൽ ആദർശമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതിവിടെ കൂടുതലാണ്. അത് SKSSFന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പ്രവർത്തകർക്ക് വേണ്ടുവോളമുണ്ട്. ചിലപ്പോൾ രൂപത്തിൽ അല്പം വ്യത്യാസങ്ങൾ വന്നേക്കാം, രൂപത്തിൽ കുറവ് വന്നേക്കാം, അതല്ല പ്രശ്നം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു
ഇലാ ഖുലൂബികും വഅമാലികും. അതുകൊണ്ട് പിഴച്ചുപോയ പ്രസ്ഥാനങ്ങളെ നേരിടുക എന്ന ദൗത്യം മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്രപരമായി നിർവഹിച്ച ദൗത്യമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആചാര്യനായിരുന്ന മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, ഇമാം അശ്അരിയാണല്ലോ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആചാര്യൻ. ആ മഹാനായ പണ്ഡിതൻ 40 വയസ്സുവരെ സുന്നിയായിരുന്നില്ല. 40 വയസ്സുവരെ മുഅ്തസിലി വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് തന്റെ ഉസ്താദിന്റെ മാർഗത്തിൽ ജീവിച്ച ആളായിരുന്നു മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി. 40 വയസ്സായപ്പോഴാണ് ഇമാം അശ്അരിക്ക് പുതിയ വെളിച്ചമുണ്ടാകുന്നത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ മഹാനവറുകൾ കടന്നുവരുന്നത്. 40 ദിവസം വീട്ടിലേകാന്തനായി 40 വയസ്സുകാരനായിരിക്കെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ഇമാം അശ്അരി. അങ്ങനെ മനസ്സിലായി, സുന്നത്ത് ജമാഅത്ത് മനസ്സിലായി, സത്യം മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം 41ാമത്തെ ദിവസം പള്ളിയിലെ മിമ്പറിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, തന്റെ സ്വന്തം നാട്ടിലെ പള്ളിയിലെ മിമ്പറിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇമാം അശ്അരി പറയുന്നു, ജനങ്ങളെ, ഞാൻ ഇതുവരെ സുന്നിയായിരുന്നില്ല, ഞാൻ പഴച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നു. ഇനി മുതൽ ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പടയോട്ടം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്താൻ തയ്യാറാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള ഒരു ധീരനായ യോദ്ധാവായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുമെന്ന് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയും, അങ്ങനെ മുഅ്തസിലികൾക്ക് നേരെ, ഖവാരിജികൾക്ക് നേരെ, ശിയാ വിഭാഗത്തിന് നേരെ ഏതെല്ലാം പിഴച്ച ചിന്താഗതികളുണ്ടോ, വിശ്വാസങ്ങളുണ്ടോ, ആദർശങ്ങളുണ്ടോ, ഗ്രൂപ്പുകളുണ്ടോ, വിഭാഗങ്ങളുണ്ടോ, വ്യക്തികളുണ്ടോ, അവർക്കെതിരെയെല്ലാം പോരാട്ടം നയിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ യശസ്സ് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി തങ്ങളുടെ മാർഗത്തിലാണ് SKSSFന്റെ പ്രവർത്തകന്മാർ, സമസ്തയുടെ പ്രവർത്തകന്മാർ. അതുപോലെ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പിഴച്ചുപോയ എന്തെല്ലാം ആദർശങ്ങളുണ്ടായിരുന്നു, വിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ വിശ്വാസങ്ങൾക്കും വ്യക്തികൾക്കും ആദർശങ്ങൾക്കും ഭരണാധികാരികൾക്കുമെതിരെ വലിയ വിപ്ലവം നയിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി. മറ്റൊരാൾ നമുക്കെല്ലാവർക്കും അറിയുന്ന ആത്മീയ മേഖലയിലെ സൂര്യ തേജസ്സായിരുന്ന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, മഹാനവറുകളും എല്ലാ പഴച്ച വിഭാഗങ്ങൾക്കെതിരെയും പടപൊരുതിയ സുന്നത്ത് ജമാഅത്തിന്റെ തീപ്പന്തമായിരുന്നു. ആ മാർഗത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാർ എന്തിന് ആദർശ സമ്മേളനം വെക്കുന്നു, എന്തിന് ഒരുമിച്ച് കൂടുന്നു, നമുക്കതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ, നമുക്കൊന്ന് സമവായത്തിൽ കഴിഞ്ഞുകൂടെ എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആ വാദം സുന്നത്ത് ജമാഅത്തിന്റെ ചരിത്രമല്ല, സുന്നി പണ്ഡിതന്മാരുടെ പാരമ്പര്യമല്ല, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയല്ല. ഇസ്ലാമിന്റെ ചരിത്രം വെല്ലുവിളിയുടെ ചരിത്രമാണ്, പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. ആ പോരാട്ടങ്ങളിലൂടെ കടന്ന് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന അജയ്യമാണ് ഇസ്ലാം. വലൗ കരിഹൽ കാഫിറൂൻ. എതിരാളികളുടെ വെറുപ്പ് നിലനിൽക്കെ തന്നെ സത്യം വിജയിച്ചു പോവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ചരിത്രപരമായ പാരമ്പര്യം. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് വിജയിക്കുമ്പോൾ, സമസ്ത വിജയിക്കുമ്പോൾ, സമസ്ത ആദർശ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ എതിരാളികൾക്ക് വിറൽ പിടിക്കുന്നു, ബേജാറ് പിടിക്കുന്നു, ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നു. അവർ പറയുന്നു, എന്തിനാണ് അങ്ങനെ സമ്മേളനം, എന്തിനാണ് അങ്ങനെ പരിപാടി, ഒന്നിച്ചു നീങ്ങേണ്ടവരല്ലേ നമ്മൾ, എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കിപ്പോൾ ഈ ബുദ്ധി, എന്തിനായിരുന്നു ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചത്, എന്തിനായിരുന്നു വിഘടിപ്പിച്ചത്, എന്തിനായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞത്, ശംസുൽ ഉലമ എന്ന മഹാനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്, സുന്നി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ശാപം, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് നാം ദുഷിച്ച വിചാരണ നടത്തിയാൽ തീർച്ചയായും ആ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് നമുക്ക് ലഭിക്കുകയില്ല. ഒരു വലിയനെ നാം നിന്ദിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളെയും നിന്ദിച്ചതുപോലെയായി കേട്ടോ. ഏതെങ്കിലും ഒരു വലിയനെ ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയാൽ ആ വലിയനെ മാത്രമല്ല എല്ലാ ഔലിയാക്കളെയും പുച്ഛിച്ചതുപോലെയായി. കാരണം ഔലിയാക്കന്മാരെന്ന് പറയുന്നത് ഒരു ചങ്ങലയാണ്, ഒരു കണ്ണിയാണ്. അതിൽ നിന്ന് ഒരാളെ മാത്രം അടർത്തിയെടുക്കാൻ കഴിയില്ല. ഒരു വലിയനെ പുച്ഛിച്ചവൻ ആ കണ്ണിയെ മുഴുവനും പുച്ഛിച്ചവനായി. ശംസുൽ ഉലമയെ പുച്ഛിച്ചപ്പോൾ എല്ലാ ഔലിയാക്കന്മാരെയും പുച്ഛിച്ചവരുടെ ഗണത്തിൽപ്പെട്ടില്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങിയില്ലേ? അല്ലാഹു ആരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചത്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്റെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവരോടിതാ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള വളരെ ഗൗരവമുള്ള വിഷയം, ഇത് ചെറിയ വിഷയമാണോ?
അല്ല സഹോദരങ്ങളെ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇവർ അവഗണിച്ചപ്പോൾ, പുച്ഛിച്ചപ്പോൾ, മുഅല്ലിമീങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ, നിഷ്പക്ഷമതികൾക്കിടയിൽ, ബഹുജനങ്ങൾക്കിടയിൽ തരം താഴ്ത്തിക്കൊണ്ട് വികലമായി ചിത്രീകരിച്ചപ്പോൾ അതാ അവർക്ക് തിരിച്ചു കിട്ടുന്നു അള്ളാഹുവിന്റെ ശാപം. ആ ശാപത്തിന്റെ അടയാളമായി ഇതാ ഒരുപാട് കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രിയമുള്ളവരെ, സാധാരണക്കാരെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ നാശകാരികൾ രണ്ട് വിഭാഗം. എന്റെ സമുദായത്തിലെ നാശകാരികൾ രണ്ട് വിഭാഗമാണ്. ഏറ്റവും വലിയ കുഴപ്പത്തിന്റെ ആളുകൾ രണ്ട് വിഭാഗമാണ്. സിൻഫാൻ. ആരാണ് ആ രണ്ട് വിഭാഗം? ഒന്ന് ആലിമുൻ ഫാജിറുൻ, ഒന്ന് തമ്മാടിയായ പണ്ഡിതന്മാർ. തമ്മാടിയായ പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെ നാം ബഹുമാനിക്കണം. യഥാർത്ഥ പണ്ഡിതന്മാർ, തഖ്വയുള്ള പണ്ഡിതന്മാർ, ശരിയായ മാർഗം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, സൂഫി മാർഗത്തിൽ സഞ്ചരിക്കുന്ന പണ്ഡിതന്മാർ, ആത്മീയ വെളിച്ചം പ്രസരിപ്പിക്കുന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഈ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്. ആകാശത്തിൽ നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിൽ അവർ നക്ഷത്രങ്ങളാണ്. യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിവരമുള്ളവരെ അല്ലാഹു തആല ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും. എത്രയാണ് ഉന്നതി? 700 ഉന്നതികളാണ്, 700 പദവികളാണ്. ഒരു പദവിയും മറ്റേ പദവിയും തമ്മിലുള്ള വ്യത്യാസം ആബൈന സമാഇ വൽ അർളി, ആകാശ ഭൂമിക്കടയിലുള്ള വ്യത്യാസമാണെന്ന് ഇബ്നു അബ്ബാസ് അങ്ങനെയുള്ള റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള 700 പദവികളുടെ വ്യത്യാസമാണ് സാധാരണക്കാരും പണ്ഡിതന്മാരും തമ്മിലുള്ളത്. ആ പണ്ഡിതന്മാർ ആരാണ്? ആത്മീയ വെളിച്ചമുള്ള പണ്ഡിതന്മാർ, ഖണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, മഹാനായ മർഹൂം പാങ്ങിൽ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിന്റെ രോമാഞ്ചമായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ. അല്ലെ, അവർ നമുക്ക് വഴി കാണിച്ചു തന്നു, അവർ നമുക്ക് വെളിച്ചം കാണിച്ചു തന്നു, അവർ കാണിച്ചു തന്ന പ്രകാശത്തിലൂടെ കേരള മുസ്ലിമീങ്ങൾ സഞ്ചരിച്ചു. എന്നാൽ കാണുന്നില്ലേ നിങ്ങൾ തമ്മാടികളായ പണ്ഡിതന്മാർ? അവരുടെ ലക്ഷ്യം ദുനിയാവ് കിട്ടാൻ, പണം കിട്ടാൻ, ഭൗതികത നേടാൻ, പത്രങ്ങളിൽ പബ്ലിസിറ്റി കിട്ടാൻ അവരെന്തും പറയും. അവർ പറയുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. അവർ ആരെയും സപ്പോർട്ട് ചെയ്യും. ദീനിന്റെ വിരോധികളെ അവർ സപ്പോർട്ട് ചെയ്യും. അവർക്ക് വേണ്ടി കൊടുലോട്ട് നടത്തും, അവർക്ക് വേണ്ടി വോട്ടുപിടിക്കും. അവർ രംഗത്ത് വരട്ടെ, അധികാരത്തിൽ വരട്ടെ, അവർ പറയും. ഏത് പാർട്ടി വിജയിച്ചാലും പറയും ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയും. രാഷ്ട്രീയത്തിന്റെ അടിമകളായി മാറും. രാഷ്ട്രീയക്കാരൻ റുക്കൂ ചെയ്യാൻ പറഞ്ഞാൽ അവിടെ പോയിട്ട് അവർ സുജൂദ് ചെയ്യും. അവരുടെ കാലിന്റെ അടിയിൽ പോയി ഞെരങ്ങും. അവരിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ കഴിയുമോ മുഴുവനും അവർ നേടിയെടുക്കും. ഇതാണ് ആലിമുൻ ഫാജിറുൻ, തമ്മാടിയായ പണ്ഡിതൻ. തമ്മാടിയായ പണ്ഡിതൻ ലക്ഷ്യമെന്താണ്? എല്ലാ ആളുകളിൽ നിന്നും കാര്യം നേടിയെടുക്കുക. അവൻ ഇസ്ലാമിന്റെ ശത്രുവായാലും മിത്രമായാലും പ്രശ്നമില്ല. താൻ നേടിയെടുക്കുന്ന കാര്യത്തിലൂടെ ഇസ്ലാം പൊളിഞ്ഞാലും ദീന് പൊളിഞ്ഞാലും മുസ്ലിമീങ്ങൾക്ക് അത് ഉപദ്രവം ചെയ്താലും പ്രശ്നമില്ല. തന്റെ കാര്യം നേടണം. തന്നെ ആര് സഹായിച്ചുവോ അവരെ തിരിച്ചങ്ങോട്ട് സഹായിക്കുമെന്ന് പറയുന്ന മനുഷ്യ ചരിത്രം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത വൃത്തികെട്ട പോളിസി. തന്നെ ആര് സഹായിച്ചോ അവരെ തിരിച്ചങ്ങോട്ട് സഹായിക്കും. ആരെങ്കിലും പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെയുള്ളൊരു വാചകം ആരെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? തന്നെ സഹായിച്ചവനെ ഞാൻ അങ്ങോട്ട് തിരിച്ച് സഹായിക്കും. ഏത് നിലക്കും തന്നെ സഹായിച്ചാൽ അവന് ഞാൻ കൊടുക്കുന്ന സഹായം അത് നിരുപാധികമായ സഹായമാണ്. അവൻ ആവശ്യപ്പെടുന്ന സഹായം ഞാൻ കൊടുക്കും. ഇസ്ലാമിന്റെ ശത്രു തന്നെ സഹായിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ട് അവരെ സഹായിക്കും. ഏത് അർത്ഥത്തിലുമുള്ള സഹായം. ഇങ്ങനൊരു പോളിസി ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പോളിസി കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ വിജയിപ്പിച്ചെടുക്കാൻ കുൽസിത ശ്രമങ്ങൾ നടത്തിയ വിഭാഗം. പ്രിയമുള്ളവരെ, ആടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയും ഞാൻ ഇന്നവന്റെ കൂടെയാണെന്ന് പറയും. പിന്നെ പറയും ഞാൻ ഇന്നവന്റെ കൂടെയാണ്, ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരന്റെ കൂടെയാണ്. കുറച്ചു കഴിഞ്ഞാൽ പറയുമല്ല ഞാൻ മറ്റേ രാഷ്ട്രീയക്കാരന്റെ കൂടെയാണ്. അങ്ങനെ എല്ലാ മുസ്ലിം വിരോധികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം സംഘടിത ശക്തിയെ തകർക്കാൻ നോമ്പ് നോറ്റ് നിൽക്കുന്ന വിഭാഗം. നോക്കൂ, നിങ്ങൾ മഹല്ലായ മഹല്ലുകളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഈ വിഭാഗത്തിന്റെ അനുയായികൾ ആരാണ്? ഈ വിഭാഗത്തിന്റെ അനുയായികൾ ആരാണെന്ന് മഹല്ലടിസ്ഥാനത്തിൽ നിങ്ങൾ സർവേ നടത്തി നോക്കൂ. എവിടെയെല്ലാം നേരത്തെ പള്ളിക്കെതിരായി നിന്നവർ, മുസ്ലിം ജമാഅത്തിനെതിരായി നിന്നവർ, മുസ്ലിം സംഘടിത രാഷ്ട്രീയ ശക്തിക്കെതിരെ നിന്നവർ, മുസ്ലിം പൊതുവികാരത്തിനെതിരെ
നിന്നവർ, അങ്ങനെ നിന്നവരെല്ലാം സംഘടിച്ച് ഈ വിഭാഗത്തിന്റെ കൂട്ടത്തിൽ ചേരുന്നു. അങ്ങനെ ഒടുവിൽ അവർ ദീനിന്റെ ശത്രുക്കളായി മാറുന്നു. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം, എവിടെ എത്തി എന്നുള്ളത് നാം ആലോചിക്കണം. അതുകൊണ്ട് ഗൗരവമാണ് വിഷയം. നാം ബോധവാന്മാരാകണം. നാം ഇരുട്ടിൽ പെട്ടുപോകാൻ പാടില്ല. ഇരുട്ടിൽ തപ്പിത്തടയുന്നവരാകരുത് എന്ന വാശിയുള്ളത് കൊണ്ടാണ് ഇവിടെ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സത്യം കേൾപ്പിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മാറണമോ? മാറണ്ടേ? നിങ്ങളുടെ കാര്യമാണ്. അതിൽ ഞങ്ങൾ കൈകടത്തുന്നില്ല. മാറണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം, കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മാറിയാൽ അതിന്റെ ഗുണം മാറിയവർ അനുഭവിക്കും. നാളെ പരലോകത്ത് ചെന്നാൽ എന്തുകൊണ്ട് സത്യം നിങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചിട്ട് SKSSF പിടികൂടണ്ട, SKSSF മേൽ അതിന്റെ കുറ്റം ആരോപിക്കപ്പെടണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സത്യം കേൾപ്പിക്കുക എന്നുള്ള ധർമ്മബാധ്യതയുണ്ട് SKSSF, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാറി നിൽക്കുന്നവരെ ചിന്തിക്കണം. ആലിമുൻ ഫാജിറും, തമ്മാടിയായ പണ്ഡിതന്റെ പിന്നിലാണ് നിറന്നാൽ എവിടെയെത്തുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവർ തമ്മാടികളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇവരുടെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ മുഴുവനും. എല്ലാം പിടിച്ചെടുത്ത സ്ഥാപനങ്ങളല്ലേ ഇവരുടെ കയ്യിലുള്ളത്, പിടിച്ചെടുത്ത മുതലുകളല്ലേ ഇവരുടെ കയ്യിലുള്ളത്, ചോരണം ചെയ്തെടുത്ത സമ്പത്തുകളല്ലേ ഇവർ കയ്യിലുള്ളത്. സമസ്തയുടെ പേരുപയോഗിച്ചുകൊണ്ട് നേടിയെടുത്ത സ്ഥാപനങ്ങൾ, ആസ്തികൾ അവർ സ്വന്തമാക്കി വച്ചിരിക്കുന്നു, അവർ കൈയടക്കി വച്ചിരിക്കുന്നു. കേരളത്തിന്റെ അങ്ങേയറ്റമുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾക്ക് കാണാം ഓരോ സ്ഥലത്തു നിന്നും അവർ പിടിച്ചെടുത്ത സ്ഥാപനങ്ങളുടെ എണ്ണം. എന്നിട്ട് പറയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകൾ ഞങ്ങളുടെയും മദ്രസകളാണ് എന്നവർ പറയും. നേരെ തിരിച്ചാണ് സഹോദരന്മാരെ യാഥാർത്ഥ്യം. സമസ്തയുടെ പേരിലുണ്ടായ ഒരു മദ്രസയും ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും സമസ്തയുടെ പേരിൽ തന്നെയുണ്ട്. സമസ്തയുടെ പേരിലുണ്ടായ കാസർകോട്ടെ ജാമിയ സാദിയ തട്ടിയെടുത്തില്ലേ? സമസ്തയുടെ പേരിലുണ്ടായ കണ്ണൂരിൽ അൽ മക്ർ സുന്നി തട്ടിയെടുത്തില്ലേ? സമസ്തയുടെയും SYSന്റെയും പേരിലുണ്ടായ മഹാനായ മർഹൂം ശംസുൽ ഉലമ പ്രസിഡന്റായി നിലവിൽ വന്ന മർക്കസ് സഖാഫത്ത് സുന്നിയെ തട്ടിയെടുത്തില്ലേ? അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങൾ എടുത്തു നോക്കൂ. ഈ വിനീതന്റെ നാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ച് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഒരു സ്ഥാപനം അതുപോലും ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. കാരണം എന്താണ് അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം ഭൗതികതയാണ്. പക്ഷേ തട്ടിയെടുത്തവരെ, നിങ്ങൾ സുഖസുഷുപ്തിയിൽ ആറാടിയിട്ട് ദുനിയാവിലുള്ള എല്ലാ ആനന്ദങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ എല്ലാവിധ സൗകര്യങ്ങളെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ കട്ടത് മുഴുവനും നാളെ പരലോകത്ത് തലയിൽ വെച്ച് കൊണ്ടുവരേണ്ടി വരും കേട്ടോ. പൊന്തൂല കേട്ടോ. എത്ര വലിയ അനുയായികള് നിങ്ങൾക്ക് പിടിച്ചു തരാനുണ്ടായാലും പൊന്തൂല. അതിന് മാത്രം ആധിക്യത്തിലുള്ള ആസ്തികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേത് നിങ്ങൾ കട്ടെടുത്ത് കൈവശം വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും ഹലാലായ മാർഗത്തിലുള്ളതല്ല. മുഴുവനും തട്ടിയെടുത്തത്, മുഴുവനും ചോരണത്തിലൂടെ സമ്പാദിച്ചത്, മുഴുവനും സമസ്തയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ആർജിച്ചെടുത്തത്, മുഴുവനും കേരളത്തിലെ സുന്നികളെ ചൂഷണം ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുവോ ഈ ആസ്തികളും ഈ സമ്പാദ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള, നിങ്ങൾ സമസ്തയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതെല്ലാം നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന്? പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് പരലോകത്തത് ഭാരമായി വരും കേട്ടോ. നിങ്ങൾക്ക് പൊക്കിയെടുക്കാൻ കഴിയില്ല. SSFകാരെ, നിങ്ങളുടെ ബുദ്ധികളാണ് ഈ വിഭാഗം മോഷണം ചെയ്ത് കട്ടുകൊണ്ടുപോയത്. കേരളത്തിലെ മുസ്ലിം യുവാക്കളുടെ ബുദ്ധിയും ആർജവും ചൂഷണം ചെയ്തില്ലേ ഈ വിഭാഗം? ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ത്വരയുള്ള മുസ്ലിം യുവാക്കളുടെ മനസ്സിനെ ഇവർ വളരെ ഫലപ്രദം, വളരെ ആസൂത്രിതമായി, കുൽസിതമായി തട്ടിയെടുക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തില്ലേ? അങ്ങനെ പാവപ്പെട്ട SSFകാർ ഇവരുടെ വലയിൽ വീണു പോകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, രണ്ട് വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിന് ഏറ്റവും വലിയ നാശമാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് വിഭാഗം ഏറ്റവും വലിയ നാശം. അതിൽ ഒരു വിഭാഗം ആരാണ്? ആലിമുൻ ഫാജിർ, തമ്മാടിയായ പണ്ഡിതൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട രാമദുൽ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സമയം ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ കരുതുന്നു.
രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്റെ സമുദായത്തിലെ നാശകാരികളാകുന്ന രണ്ടാമത്തെ വിഭാഗം ആബിദുൻ ജാഹിലുൻ, വിവരമില്ലാത്ത സാധാരണക്കാരൻ, വിവരമില്ലാത്ത ഇബാദത്തുകാരൻ. വിവരമില്ലാത്ത ഇബാദത്തുകാരൻ. അത് മുടിയല്ലേ? റസൂലുള്ളാഹിന്റെ മുടിയാകാൻ സാധ്യതയില്ലേ? അത് പാത്രമല്ലേ? റസൂലുള്ളാഹിന്റെ മുടിയാകാൻ സാധ്യതയില്ലേ? പോയിട്ട് വെള്ളം കുടിക്കാം, പോയി സന്ദർശിക്കാം, പോയി ബർക്കത്തെടുക്കാം, അങ്ങനെ ആകാൻ സാധ്യതയില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന വിഭാഗം ആബിദുൻ ജാഹിൽ. ഈ സാധുവിന് വിവരമില്ല. ഈ സാധു ചിന്തിക്കുന്നത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വ്യാജം കൊണ്ടുവന്നാൽ അതിലും ബർക്കത്തുണ്ടാകും. റസൂലുള്ള കുടിച്ച പാത്രമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വ്യാജമായത് കൊണ്ടുവന്നാൽ അതിലും ബർക്കത്തുണ്ടാകും. ബർക്കത്തുണ്ടായാലോ ഇല്ലേ എന്നുള്ള സാധ്യത വെച്ചുകൊണ്ട് ആ സാധു വിചാരിക്കുന്നു അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഭാഗത്തിന്റെ കയ്യിലുള്ളതെല്ലാം വ്യാജമാണ്. അവസാനമായി ഇയാൾ കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ പേരിലുള്ള മുടിയും വ്യാജം തന്നെ. ഇവരുടെ കയ്യിലുള്ളത് മുഴുവനും വ്യാജമല്ലേ? മർക്കസ് സഖാഫത്ത് സുന്നിയുടെ രേഖ പരിശോധിച്ച് നോക്കൂ, വ്യാജരേഖയല്ലേ? സമസ്തയുടെ പേരിലുണ്ടായ സ്ഥാപനത്തിന്റെ രേഖ കാന്തപുരത്തിന്റെ കൈകളിലേക്ക് മാറ്റിയത് വ്യാജരേഖയല്ലേ? നിങ്ങൾ മർക്കസിന്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതുണ്ടാക്കിയ ഫൗണ്ടർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പരിചയപ്പെടുത്തുന്നില്ലേ? കാന്തപുരം ഉണ്ടാക്കിയതാണോ? അയാൾ സ്വന്തമായി തുടങ്ങിയ സ്ഥാപനമാണോ? അയാളുടെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ? അയാളുടെ സ്വന്തം മുതൽ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയതാണോ? അതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ ഒരു പ്രസ്ഥാനമുണ്ടാക്കിയ, ഒരു സംഘടന ഉണ്ടാക്കിയ സ്ഥാപനത്തെ ഫൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട്, സ്ഥാപകൻ എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിന്റെ പേര് കൊടുക്കുന്നു. ജാമിയ നൂരിയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അലിക്കുട്ടി ഉസ്താദിന്റെ പേരുണ്ടോ? ചെമ്മാട് ദാറുൽ ഹുദയുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹാവുദ്ദീൻ ഉസ്താദിന്റെയോ ചെറുശ്ശേരി ഉസ്താദിന്റെയോ അല്ലെങ്കിൽ ബാപ്പുട്ടി ഹാജിയുടെയോ പേരുണ്ടോ? ഇല്ല. ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ അവരെ പരിചയപ്പെടുത്തുന്നുണ്ടാകാമെന്നല്ലാതെ അതിന്റെ ഫൗണ്ടർ എന്ന നിലയിൽ അവരെ പരിചയപ്പെടുത്തുന്നില്ല. എന്നാൽ മർക്കസിന്റെ ഫൗണ്ടർ കാന്തപുരമാണെന്ന് പരിചയപ്പെടുത്തുന്നു. മർക്കസിനെയും അവർ വ്യാജമായി കയ്യിൽ വെക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള മർക്കസ് വ്യാജം, കണ്ണൂരിൽ അൽമക്കർ വ്യാജം, കാസർകോട്ട് ജാമിയ സൈദിയ വ്യാജം, വെളിയമ്പ്രയിൽ ഈ വിനീതനുണ്ടാക്കിയ സ്ഥാപനവും വ്യാജം. അങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം തട്ടിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് വ്യാജമായത് മുഴുവൻ വെച്ച് അവസാനം ഇവരുടെ വ്യാജം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലായി. കണ്ടോ, ഇത് സമസ്തയുടെ കറാമത്താ. മുടി മുതൽ നിങ്ങളുടെ സ്ഥാപനം വരെ വ്യാജം. ഒന്നും നിങ്ങളുടെ കയ്യിൽ ഒറിജിനലില്ല, യാഥാർത്ഥ്യമില്ല. ഈ തിരിച്ചറിവ് സാധാരണക്കാരെ നിങ്ങൾക്കുണ്ടാകണം. ആബിദുൻ ജാഹിൽ, വിവരമില്ലാത്ത സാധാരണക്കാരൻ വിചാരിക്കുന്നത് റസൂലുള്ളാഹിന്റെ മുടിയായെങ്കിൽ എനിക്ക് ബർക്കത്ത് കിട്ടുമല്ലോ. പക്ഷേ റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്നുറപ്പല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇങ്ങനെ മാർക്കറ്റിൽ വെച്ചിരിക്കുകയാണോ? പ്രിയമുള്ളവരെ, എത്ര വിലപ്പെട്ടതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. അതെവിടെ വെച്ചെങ്കിലും വിതരണം ചെയ്യപ്പെടുന്നതാണോ? സഹാബികളുടെ കാലത്ത് തന്നെ ഒരു മുടി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ലേ? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഒരു മുടി കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ കഠിനമായ ശ്രമം പറയുന്നുണ്ട്. എന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും ഞാൻ തരാം, എനിക്ക് റസൂലുള്ളാഹിന്റെ ഒരു മുടി കിട്ടുമോ എന്ന് ചിന്തിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ലേ? റസൂലുള്ളാഹിന്റെ മുടി കയ്യിലുള്ളവൻ ആരെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുമോ? സഹോദരന്മാരെ, അങ്ങനെ കൊടുത്താൽ അവനെ കുറിച്ച് നാം എന്ത് പറയണം? ഒരാൾ വന്നിട്ട് കോഴിക്കോട്ട് വെച്ച് പറയുന്നു, ഇത് റസൂലുള്ളാഹിന്റെ മുടി ഞാൻ മുസ്ലിയാർക്ക് കൊടുക്കുന്നു. റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, സ്വന്തമായിട്ട് റസൂലുള്ളാഹിന്റെ മുടി കിട്ടിയ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ അയാൾ എത്ര ബർക്കത്തില്ലാത്തവനാകണം, എത്ര അതപ്പതിച്ചവനാകണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ഒരു മുടി കയ്യിൽ കിട്ടിയിട്ട് അയാൾക്ക് സൂക്ഷിക്കാൻ ഭാഗ്യമില്ലെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കണം? അയാളുടെ സ്വന്തം നാട്ടിൽ വെക്കുന്നില്ല, UAE-യിൽ വെക്കുന്നില്ല, എന്നിട്ട് എവിടെയാ കൊണ്ടുവരുന്നത്? കേരളത്തിൽ. അയാളുടെ കയ്യിൽ അങ്ങനെ ഒരു മുടിയുണ്ടെങ്കിൽ UAE ഗവൺമെന്റ് അത് സൂക്ഷിക്കില്ലേ? UAE ഗവൺമെന്റ് അത് ആവശ്യപ്പെടില്ലേ? സുന്നി ആദർശപ്രകാരം കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ഗവൺമെന്റിലെ UAE ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വേണമെങ്കിൽ അത് സ്വന്തമാക്കിയിട്ട് അവിടുത്തെ മ്യൂസിയത്തിൽ വെക്കില്ലേ? അല്ലെങ്കിൽ അവർ അതിനെ കൈകാര്യം ചെയ്യില്ലേ, സൂക്ഷിക്കില്ലേ? അതൊന്നും ചെയ്യാതെ കേരളത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറയുന്നു. ഇത്ര നിസ്സാരമാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് തെളിവ്. സന്ദർഭങ്ങളാണ് തെളിവ്, സാഹചര്യങ്ങളാണ് തെളിവ്. അതിന്റെ അപ്പുറമുള്ള തെളിവുകളുണ്ടെങ്കിലും പ്രാഥമികമായി ഇതൊക്കെ തന്നെയാണ് തെളിവ്. പ്രാമാണികമായി തെളിയിക്കാൻ SKSSF-ന്റെ ചുണക്കുട്ടികൾ ശ്രമിച്ചപ്പോൾ അതാ കാന്തപുരം വിഭാഗത്തിന് വിറളിയുണ്ടായി. അവരുടെ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു തകർന്നു വീണു. അവർ വിചാരിച്ചിട്ടില്ല, അവർ കരുതിയിട്ടില്ല, അവർ സ്വപ്നേബി നനച്ച
വിചാരിച്ചിട്ടില്ല അവരുടെ അസത്യം വെളിവാകുമെന്ന്. പക്ഷേ അവർ മനസ്സിലാക്കട്ടെ, സത്യത്തിനെന്നും 16 വയസ്സ് തന്നെ ജനങ്ങളെ കുറെ കാലം വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ജൂതന്മാർ ചരിത്രപരമായി പല അപവാദങ്ങളും നടത്തിയിട്ടുണ്ട്, പല കുൽസിതമായ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ആ ജൂതശ്രമത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിഭാഗം ഇപ്പോൾ ഈ ശ്രമവും നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ശരീരം പരിശുദ്ധ റൗള ശരീഫിൽ നിന്ന് കട്ടുകൊണ്ടുപോകാൻ ജൂതന്മാർ 5 പ്രാവശ്യം ശ്രമം നടത്തിയതായി ചരിത്രത്തിൽ കാണാം. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 പ്രാവശ്യം ജൂതന്മാർ ശ്രമം നടത്തി. എന്തിനു വേണ്ടി? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട ആ ശരീരം റൗളത്തുൽ ശരീഫയിൽ നിന്ന് കട്ടുകൊണ്ടുപോകാൻ. അതുപോലെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഈജിപ്തിൽ നിന്ന് കട്ടുകൊണ്ടുപോകാനും ശ്രമങ്ങൾ നടന്നു. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. അങ്ങനെ മഹാന്മാർക്കെതിരെയുള്ള ശ്രമങ്ങളൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഭാഗം, കാന്തപുരം വിഭാഗം, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ മുടി കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പിഴപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ സത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നു, അസത്യം അതാ തകർന്നു. അസത്യം തകരുക തന്നെ ചെയ്യും, സത്യം ഉജ്ജ്വലമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ പാത രാജകീയമാണ്, ആർക്കും കടന്നു വരാം. സമസ്ത എന്ന് പറയുന്നത് കുതിര പോലെയല്ല, വലിയ ഒച്ചയും ബഹളവും കുഴപ്പമൊന്നും കാണൂല. ആ വിഭാഗത്തിൽ കാണുന്നത് ഒച്ചയാണ്, ബഹളമാണ്, നോട്ടീസാണ്, മറ്റു പല 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 ആക്ഷനുകളാണ്, പ്രവർത്തനങ്ങളുമാണ്. ഇവിടെ ഒച്ചയില്ല, ബഹളമില്ല, ശാന്തമാണ്. ഒട്ടകത്തെ പോലെയാണ് സമസ്തയുടെ സഞ്ചാരം. വളരെ മെല്ലെ 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 സഞ്ചരിക്കും. പക്ഷേ ആ ഒട്ടകം ലക്ഷ്യത്തിലെത്തുന്നില്ലേ? അതുപോലെ സമസ്ത ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും, ആദർശത്തിലേക്ക് കൊണ്ടുപോകും, വിജയത്തിലേക്ക് കൊണ്ടുപോകും, മദീനയിലേക്ക് കൊണ്ടുപോകും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ വിഭാഗത്തിന്റെ കൂടെ പോയാൽ നിങ്ങൾ എത്തുന്നത് വ്യാജത്തിലേക്ക്, വ്യാജമുടിയിലേക്ക്, വ്യാജപാത്രത്തിലേക്ക്, കളവിലേക്ക്, കള്ളന്മാരിലേക്ക്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.